Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിത്തൈരാണ്. ഇഞ്ചിത്തൈര് എന്നാണ് ഇവിടെ പറയാറുള്ളത്. ഇഞ്ചി പച്ചടി എന്നും ചിലർ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 150 ഗ്രാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല, ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് തേങ്ങ അതിൻ്റെ പകുതി ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കണം. ഇഞ്ചി വലുതായിട്ടാണ് അരിയുന്നതെങ്കിൽ ആദ്യം ഇഞ്ചി ഒന്ന് അരച്ചെടുത്തിട്ട് വേണം അതിൻ്റെ കൂടെ തേങ്ങയിട്ട് അരച്ചെടുക്കാനായിട്ട്. എന്നാലേ നന്നായിട്ട് ഇഞ്ചി അരഞ്ഞു കിട്ടുള്ളൂ. അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പോളം നല്ല കട്ടയായിട്ടുള്ള തൈരാണ്. തൈര് ചെറുതായിട്ടൊന്ന് ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയിലൊന്നും അടിക്കരുത്, ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഉടച്ച് വെക്കുക. അപ്പോൾ നമുക്കിനി ഇഞ്ചിത്തൈര് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം ചീനച്ചട്ടി ചൂടാൻ വെക്കുക. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. മറ്റുള്ള ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 5-6 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് വഴന്നു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എത്രയാണോ എരിവ് ആവശ്യത്തിന് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളകാണ് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 6-7 പച്ചമുളക് വരെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി തേങ്ങയും കൂടെ ഉള്ള അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇഞ്ചിയുടെ ഒരു പച്ചയായിട്ടുള്ള ടേസ്റ്റും കുത്തലും ഒന്നും താല്പര്യമില്ലാത്തവർക്കാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. ഇത് ഈ വെള്ളവും അല്പം ചേർത്ത് ഒന്ന് ചൂടാക്കി വരുമ്പോഴേക്കും ഇഞ്ചിയുടെ കുത്തലെല്ലാം മാറിക്കിട്ടും. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തൈരും ചേർക്കാവുന്നതാണ്. തൈര് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഉപ്പ് നോക്കുക. കാരണം തൈരിൻ്റെ പുളിയും കൂടെ വരുമ്പോൾ ഉപ്പ് പോരെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇഞ്ചിയുടെ ഒരു പച്ചയായിട്ടുള്ള ടേസ്റ്റ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ഇഞ്ചിയും തേങ്ങയും കൂടെ അരച്ചു വെച്ച നമ്മൾ അരപ്പ് ഉണ്ടാക്കി വയ്ക്കുമല്ലോ, അതിനകത്തേക്ക് തന്നെ ഈ കടുകെല്ലാം വറുത്ത് ഉള്ളിയെല്ലാം വഴറ്റി അത് ഈ തേങ്ങ അരച്ച അരപ്പിനകത്തേക്ക് കടുക് വറുത്ത് ഒഴിച്ചാൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പും തൈരും ചേർത്ത് ഇളക്കിയെടുത്താൽ മതിയാവും. ഇതുപോലെ അരപ്പ് നമ്മൾ ഇതിനകത്തിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഒരു ഇഞ്ചിയുടെ പച്ചയായിട്ടുള്ള കുത്തൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ മാത്രം ഇതുപോലെ ആ കടുക് വറുത്തതിനകത്തേക്ക് അരപ്പ് ചേർത്ത് ചൂടാക്കി ഉപയോഗിച്ചാൽ മതി. മറ്റേതാണ് നമുക്ക് കൂടുതൽ എളുപ്പം. അതാകുമ്പോൾ അരപ്പ് ചൂടാക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കുക, അതിനകത്തേക്ക് കടുക് വറുത്ത് ഒഴിക്കുക. വളരെ എളുപ്പമാണ് അങ്ങനെ ഉണ്ടാക്കാനായിട്ട്. ഉപ്പ് പോരെന്ന് തോന്നിയാണ് ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തൈര് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഞാൻ പറഞ്ഞ പോലെ അരപ്പ് ചൂടാക്കാതെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഇഞ്ചി തൈരുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിയുടെ ആവശ്യങ്ങളൊന്നുമില്ല, ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.